ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഒരു കിടുക്കാച്ചി ഐറ്റമാണ്. 100ൽ 300 മാർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ ഈ ഒരു നമ്മുടെ കിടുക്കാച്ചി ഐറ്റത്തിന്. അപ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറിക്കിട്ടും. നമ്മുടെ മുഖത്തിന് നല്ല തെളിച്ചമൊക്കെ കിട്ടും. കറുത്ത് കരുവാളിച്ചിരുന്ന മുഖമൊക്കെ നല്ല വെളുവിള പടുവിള വീണ്ടും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. രണ്ട് സംഭവങ്ങൾ മാത്രം തന്നെ മതി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ആ കിടുക്കാച്ചി ഐറ്റങ്ങൾ കൊണ്ട് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ മാത്രം ചെയ്താൽ പോരാ, അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. ഈ ഒരു കമ്മലിട്ടത്, ഈ ഒരു കുരുത്തങ്ങേട്ട കമ്മൽ ഇന്ന് മൊത്തത്തിൽ എനിക്ക് പണി തന്നു. അപ്പോഴതൊക്കെ ഉണ്ട്, അതൊക്കെ ഇരുന്ന് കാണണം എല്ലാവരും കേട്ടോ. അപ്പോൾ നല്ല രസം. ഇന്ന് അബദ്ധം പറ്റി ഈ ഒരു കമ്മലെടുത്തിട്ട് ഇവൻ എനിക്ക് ഇട്ട് പണി തന്നു കേട്ടോ. എന്നാലും ഞാൻ ഈ രാമൻകുട്ടി തളരത്തില്ല, ഇതും വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. കണ്ടോ, ഇന്ന് നമ്മുടെ മുഖത്ത് ഫേഷ്യൽ ചെയ്യാൻ നമ്മുടെ ചിത്രശലഭം വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് അവൾ ഇങ്ങോട്ട് വരും, അങ്ങ് പോവും. നേരത്തെ ഇച്ചിരി മുമ്പ് വന്നായിരുന്നു എൻ്റെ അടുത്ത്, ഇവിടെ നിന്ന് കറങ്ങുമായിരുന്നു അവൾ. ഇതൊക്കെ ഒന്ന് നമ്മുടെ ബ്യൂട്ടി ടിപ്പൊക്കെ അടിച്ചു മാറ്റാൻ വന്നതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ വീഴുന്നു. നേരത്തെ ഒന്ന് വന്നിട്ട് പോയി ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കേട്ടോ. അപ്പോഴും നമുക്ക് ഇന്ന് നമ്മുടെ മുഖം സുന്ദരമാക്കാം കേട്ടോ. ഇന്നലെ നമ്മുടെ കൈകളാണ് നമ്മൾ സുന്ദരമാക്കിയത്. ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ മുഖമൊക്കെ സുന്ദരമാക്കാം. അപ്പോഴിതിന് വേണ്ടുന്നത് 2 ഐറ്റങ്ങൾ മാത്രമാണ്. അതും നമ്മുടെ വീട്ടിലുള്ള 2 കിടുക്കാച്ചി ഐറ്റം കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. 2 സംഭവങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ചെയ്യാം. അപ്പോഴും ഒരുപാട് സംസാരിക്കുമ്പോൾ ചിലർ പറയും, എൻ്റെ പൊന്നെ വലിച്ചു നീട്ടരുത് എന്താ റബ്ബറോ വല്ലോ ആണോ വലിച്ചു നീട്ടരുതെന്ന് പറയുന്നത്. അപ്പോഴതുകൊണ്ട് നമുക്ക് വലിച്ചു നീട്ടിയൊന്നും വേണ്ട. ആരെങ്കിലുമൊക്കെ തെറി വിളിക്കും നമ്മളെ കേട്ടോ. വലിച്ചു നീട്ടണം. അപ്പോഴും നമുക്ക് ആദ്യത്തെ സംഭവമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതാണ്. ബുളിസ അടിക്കാനൊന്നും പോവല്ല കേട്ടോ. അപ്പോഴും നമുക്ക് മുട്ടയുടെ വെള്ള കുറച്ച് വേണം കേട്ടോ. അപ്പോൾ മുട്ടയുടെ വെള്ള കുറച്ച് നമുക്ക് തല്ലി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരു മുട്ടയുടെ ഫുള്ളൊന്നും വേണ്ട നമുക്ക് കേട്ടോ, കുറച്ച് മതി. അപ്പോൾ സുപ്പ് ഒന്ന് തല്ലി പൊട്ടിക്കട്ടെ. കുറച്ച് മതി കേട്ടോ, ഒത്തിരി ആയാൽ അങ്ങ് ഒരുപാടാവും. നമുക്കൊരു കുറച്ച് മതി കേട്ടോ. ഇവിടെ ഇരിക്കുന്നതുകൊണ്ടേ എനിക്ക് സംഭവം അങ്ങോട്ടും മുറ്റത്തോട്ടൊക്കെ എടുത്തിടാൻ എളുപ്പമാണ്. മുട്ടയുടെ വെള്ള ഇതേ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് അതിന് കൂട്ടിന് വേണ്ടത്, കൂട്ടിന് എന്തായാലും ഒരാൾ വേണമല്ലോ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ കൂട്ടിന് വേണ്ടുന്ന ആളെ എന്താണെന്നറിയാമോ? തൈര് കൂട്ടാൻ. അപ്പോൾ തൈര് കൂട്ടാൻ എടുക്കണം കേട്ടോ. നല്ല കട്ട തൈര്. എന്നിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് നമുക്കിട്ട് ഇത് 2 പേരെയും കൂടെ അങ്ങോട്ട് കൂട്ടാക്കണം കേട്ടോ. 2 പേരും 2 സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടുമൊക്കെ നിങ്ങളെ അങ്ങോട്ട് ഇത് പതപ്പിച്ചോട്ടോ. നന്നായിട്ട് അങ്ങോട്ട് പതപ്പിക്കാം. ഇത് സമയമാവും നമ്മളൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ കേട്ടോ. മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സമയമാവും. എല്ലാവരും വിചാരിക്കും ഞാൻ തട്ടുകട വല്ല ഇവിടെ തുടങ്ങുന്നത് കേട്ടോ. ഈ സ്പൂണിൻ്റെ ഈ അടി കേൾക്കുമ്പോഴേ ഓംലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം ഇങ്ങനല്ലേ. അപ്പോഴിങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ ശബ്ദം കേൾക്കുവാണെങ്കിൽ അവിടെ ഇന്ന് ഓംലേറ്റ് ആണ് കേട്ടോ. എളുപ്പം അങ്ങ് പതയും, എന്നാലും ഇച്ചിരി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടൊക്കെ വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പായ്ക്ക് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 പേരെയും ഞാൻ ഒരു വിധത്തിൽ ഒന്ന് കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 2 പേരെയും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ, കട്ടിയൊന്നും ആവത്തില്ല. 2 എന്താ വെള്ളം മാതിരി കിടക്കുന്ന സംഭവമല്ലേ. തൈര് നമ്മൾ ഉടച്ച മോരും വെള്ളം മാതിരിയല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇവരെ 2 പേരെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം മതി കേട്ടോ. സോപ്പിട്ട് കഴുകിയതിന് ശേഷം വന്ന് നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുട്ടയുടെ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇട്ടത് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. പൊട്ടെടുത്ത് വെച്ചില്ല. മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാരെ നിങ്ങളുടെ അവിടെയൊക്കെ?
ഇവിടെ വെയിൽ അത്രയൊന്നും ഇല്ല, എന്നാലും ചില സമയത്ത് വെയിൽ വരും. ഇന്നലെ ഒരു ഉച്ച വരെ നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് മങ്ങലൊക്കെ ആയി. നമുക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. ചില സമയത്ത് നമ്മൾ താഴോട്ടൊക്കെ അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ. പക്ഷേ അത് നമ്മുടെ കവിളുകളൊക്കെ തൂങ്ങുമെന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ പുരട്ടുന്നതെന്ന് വെച്ചാൽ 30 വയസ്സ് ഉള്ളവർ 15 വയസ്സായിട്ട് തോന്നിക്കും കേട്ടോ. 30 വയസ്സുള്ളവർ 15 വയസ്സായിട്ട് തോന്നിക്കും. നമ്മുടെ മുഖത്തുള്ള ചുളിവുകളോ എല്ലാം മാറിക്കിട്ടും കേട്ടോ. മുഖത്തുള്ള കരിവാളിപ്പ് മാറിക്കിട്ടും. ചുക്കിച്ചുളിഞ്ഞൊക്കെ ഇരിക്കുന്ന മുഖങ്ങളൊക്കെ നല്ല ക്ലീനാവും. ആ ചുളിവൊക്കെ മാറി അടിപൊളിയാവും കേട്ടോ. അതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കേട്ടോ. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മുഖത്തെ ചുളിവുകളും ഒക്കെ മാറിയോ എന്ന് സുപ്പുവിനോട് പറയണം. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നത്. നിങ്ങളൊന്നും ചെയ്തിട്ട് നിങ്ങളൊന്നും പറയത്തില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കാണിച്ചിട്ട് നല്ലതെന്ന് ആവുമ്പം പിന്നെ നമ്മളെ ഒന്നും ആരും ഓർക്കത്തില്ല. അത് സത്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓർക്കണം കേട്ടോ. എന്നിട്ട് പറയണം. റിസൾട്ടൊക്കെ നല്ലതാണെങ്കിൽ പറയണം കേട്ടോ. നല്ല കിടുക്കാച്ചി ഒരു ഇതാട്ടോ സംഭവം. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസം, തിങ്കൾ വെള്ളി ആ ദിവസങ്ങളിലൊക്കെ ചെയ്തോളൂ കേട്ടോ. ആരും നിങ്ങളെ ഒന്നും പറയത്തില്ല. ഞാനങ്ങനെ ചെയ്യുന്നത് കേട്ടോ. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ അങ്ങനെ ആദ്യം അവസാനമായിട്ടാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ. ഇതേ നമ്മുടെ ഇവിടുത്തെ ഈ ചുളിവുകൾ ഒക്കെ മാറിക്കിട്ടും. സത്യം നമ്മൾ ചിലരെയൊക്കെ അതൊക്കെ അവരൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. ഈ മുഖമൊക്കെ ചുളിഞ്ഞ് എന്താ ഭയങ്കര ചിലരുടെ മുഖം എനിക്ക് അത്ര ഇതല്ല. എൻ്റെ ഓയിലി സ്കിന്നാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്കിന്നാണ് കേട്ടോ. ചിലരുടെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അപ്പോഴവരൊന്നും ചെയ്യാതെ ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി കുറച്ച് എന്താ വെളിച്ചെണ്ണയെങ്കിലും തൂത്താൽ നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. വെറുതെ എങ്കിലും കേട്ടോ. ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ തന്നെ ഇച്ചിരി മുഖത്തൊക്കെ ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടി കാലിലും കയ്യിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ക്രീമൊക്കെ പുരട്ടിയാൽ അത് നമ്മുടെ മുഖത്തിനൊക്കെ നല്ലതായിട്ടോ. അപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യണം. ഒന്നും ഈ ചെയ്യാത്തവർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരെ എനിക്കിഷ്ടമല്ല. സത്യമായിട്ട് തോന്നുന്നു കേട്ടോ. പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരെ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതേ ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി കൊടുക്കാം നമുക്ക്. അയ്യോ, ഒരു ചക്ക വീണ കേട്ടോ നിങ്ങൾ. പഴുത്ത ചക്ക വീണ് ഞങ്ങളുടെ വീട്ടിലെ. അടത്തേണ്ട കാര്യം വന്നില്ല കേട്ടോ. ചക്കപ്പാടോന്നും പറഞ്ഞ് വീണു. ഇല്ലെങ്കിൽ പിന്നെ ഞാനിന്ന് പ്ലാവെ കയറേണ്ടി വന്നേനെ കേട്ടോ. അതുകൊണ്ട് ചക്ക അറിഞ്ഞ് തറയിൽ വന്ന് വീണു. അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും കേട്ടോ, ഞങ്ങളുടെ ചക്കയൊക്കെ ആണെങ്കിൽ പഴുത്ത് തന്നെ തറയിൽ ഇങ്ങോട്ട് വന്നങ്ങ് വീഴും കേട്ടോ. ഞങ്ങൾ അടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മുഖത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ 2 കുട്ടന്മാരും കിടു കുട്ടന്മാരായിട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കേ. എന്നിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം. ഇതിനകത്ത് മുട്ടയുടെ ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. ഒരു സ്മെല്ലും ഇല്ല. നല്ല സൂപ്പർ കിഡു ഐറ്റമാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാല് പിരിയത്തില്ലേ, പാല് പിരിയം പോലെ ഇത് രണ്ടും കൂടെ കിടക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ വലിയ ബ്യൂട്ടീഷ്യനോ കമ്പൗണ്ടറോ ഡോക്ടറോ ഒന്നുമല്ല. നമുക്ക് അറിയാവുന്ന ഇത് വെച്ചാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാരെയും ആശ്രയിക്കാതെ എപ്പോഴും ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ നമുക്കും നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഇച്ചിരി കുഞ്ഞായിട്ടൊക്കെ സുന്ദരിയൊക്കെ സുന്ദരന്മാരും ഒക്കെ ആവാം കേട്ടോ. അല്ലേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് ആരും ഒന്നും പറയത്തില്ല. നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നതിന് ആരെന്ത് പറയാനാ? നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. പറയുന്നവരൊക്കെ പറഞ്ഞിട്ട്. ഈ പറയുന്നവരൊക്കെ ഉണ്ടല്ലോ, ആരാണെന്ന് പൂശുമ്പം പാർട്ടികളാട്ടോ. അതുകൊണ്ട് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യേ വേണ്ട. ഈ സുപ്പിനെ നോക്കിയിരുന്ന് നിങ്ങളങ്ങ് ചെയ്തു കേട്ടോ. ഗുരു ആരാന്ന് ചോദിച്ചാൽ സുപ്പ് ആണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ആരെന്ത് ചെയ്താലും ഗുരുദക്ഷിണയൊക്കെ ചെയ്തിട്ട് വേണം, തന്നിട്ട് വേണം കേട്ടോ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഗുരു ആരാന്ന് ചോദിച്ചാൽ സുപ്പുമാണ് ഗുരു. അപ്പോഴേ എനിക്ക് ഗുരുദക്ഷിണയൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ഞാൻ നോക്കിയിരിക്കുക, ഇവിടെ കാത്തിരിക്കുകയെ ഗുരുദക്ഷിണയും കൊണ്ട് വരുന്നത്.
ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. നന്നായിട്ട് കഴുത്തിൽ ഇട്ട് കൊടുക്കണം. എന്ത് തന്നെ ചെയ്യുവാണെങ്കിലും നമ്മൾ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ നോക്കണം. ദേ ഇവിടെ ഭയങ്കര പൂര മഴ വരുന്ന പിള്ളേരെ മിക്കവാറും എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന തോന്നുന്നു, അത്രയ്ക്ക് കോള്. അപ്പോഴും നമുക്കത് എടുത്തത് കഴിഞ്ഞു. അപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എപ്പോഴും ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇച്ചിരി നേരം ഒന്ന് ഇതിങ്ങനെ ഒന്ന് മസാജും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ കവിള് താഴോട്ട് തൂങ്ങാതെ, ഇപ്പോഴേ താഴോട്ടൊക്കെ തൂങ്ങി വരുന്നു കേട്ടോ, അതൊന്നും തൂങ്ങി വരാതെ നമുക്കിങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഒരു 10 പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നോക്കുക അതല്ല, കൊടുക്കുക. അതിൻ്റെ കവിളൊക്കെ ഒട്ടി കേട്ടോ. നേരത്തെ രീതിയിലും കവിളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇരട്ടത്താടിയൊന്നും വരാതിരിക്കാൻ ചേച്ചിമാരൊക്കെ പറഞ്ഞു തരുന്ന കിടു പൊളി ഐറ്റം ദേ ഇങ്ങനെയാണ്, ഇരട്ടത്താടിയൊന്നും വരാതിരിക്കാൻ കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മുടെ പുരിയത്തിൻ്റെ ഇവിടെ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 15 മിനിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് തുടച്ച് മാറ്റാം കേട്ടോ. ഇപ്പോഴത്തേന് മഴ പെയ്യുമോ എന്തുവാണ്. അപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളങ്ങ് ചെയ്തോണം കേട്ടോ. ഇത് ഒത്തിരി സമയം ഞാൻ ചെയ്യുന്നില്ല, ഒത്തിരി സമയം ആവത്തില്ലേ. ദൈവമേ, കാറ്റ് ഇരച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മഴ തോരുവാണെങ്കിൽ ഇവിടെ തന്നെ ഞാൻ ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് പെരക്കകത്തിരുന്ന് ചെയ്യാം കേട്ടോ. ഭയങ്കര കാറ്റും മഴ, കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ വെള്ളം മാതിരിയായി നമ്മുടെ ഇത്. അപ്പോഴേ ഇച്ചിരി ഒന്ന് ഇതായിപ്പോയി കേട്ടോ. ഞാൻ തുണി ഇറക്കിയിടാൻ പോയി, ഇവിടെ നമുക്ക് നല്ല മഴ പെയ്തു. ഞാൻ ഓടിച്ചാടി അങ്ങ് മേളിൽ പോയി കേട്ടോ. മേളിൽ പോയിട്ട് താഴെ വന്നപ്പോഴത്തേന് ഇത് നമ്മൾ ചെയ്ത നമ്മുടെ പായ്ക്കൊക്കെ റെഡി ആയി കേട്ടോ. അയ്യോ, ഒറ്റ ഓട്ടത്തിന് പോയി ഷീറ്റിൻ്റെ ഇടത്ത് കിടന്നേ. എന്നാലും നമുക്ക് പറക്കിയിട്ടില്ലെങ്കിൽ മഴയുടെ ആ കാറ്റ് അത്രയ്ക്ക് കേട്ടോ, കാറ്റ് ഭയങ്കര. അതുകൊണ്ട് പറക്കിയിട്ടില്ലെങ്കിൽ ഉണങ്ങി കിടക്കുന്നതാണ്. ഞാൻ പിന്നെ അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേനും മീശയും താടിയൊക്കെ സെറ്റായി വന്നു കേട്ടോ. നല്ലൊരു പായ്ക്ക് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം, നമുക്ക് നല്ല വ്യത്യാസം കിട്ടും. അപ്പോഴും തന്നെ നമുക്ക് നല്ല കിടുക്കാച്ചി വ്യത്യാസം കിട്ടും കേട്ടോ. നമുക്ക് തുടച്ച് കൊടുക്കാം. മസാജ് ഒന്നും ചെയ്യേണ്ട, നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തതൊക്കെയാണല്ലോ. അപ്പോൾ ഇത് നോക്ക്, നാണം കെടുത്താനായിട്ടല്ലേ. ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്നറിയാമോ എൻ്റെ കമ്മൽ ഒരു തറയെ വീഴുന്നേ? എനിക്കറിയത്തില്ല. നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കും. ഇനി ഞാനിത് ആണിയില്ലാതെ ഇടാൻ പോന്നെങ്കിൽ പോകട്ടെ. ഇതേപോലെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ നമ്മൾ ഇതേപോലെ പെരയുടെ മേലിൽ ഇതാക്കിയിട്ട് എൻ്റെ ആണിയോ ഒരു 2-3 പ്രാവശ്യം തന്നെ പോയി നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും എടുക്കുക. അത്ര ഉള്ളത്തില്ലല്ലോ. പോന്നെങ്കിൽ പോട്ടെ. ഇന്ന് ഒറ്റ കഥ കമ്മലില്ലാതെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോഴേ വേറൊരു രസം ഉണ്ടായിരുന്നേ. നമ്മൾ ആദ്യ ഏതോ ഒരു വീഡിയോയ്ക്ക് നമ്മൾ തുടയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേ കണ്ടോ, അപ്പോഴേ പോയി വെള്ളത്തിൽ നിന്ന് പറക്കി ഞാൻ വീണ്ടും നമ്മുടെ കഥ കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. ആണി ഇല്ലാത്തതുകൊണ്ട് ഇത് ഊരിപ്പോൾ ഇനി എനിക്ക് പെരയ്ക്കകത്തോട്ട് കയറിപ്പോകാൻ വയ്യ കേട്ടോ. അപ്പോഴേ ഇതേപോലെ ഏതോ ഒരു വീഡിയോയ്ക്ക് ഇൻട്രോ എടുത്തിട്ട് അന്ന് ജിമിക്കയും കമ്മലുമായിരുന്നു, സ്വർണ്ണത്തിൻ്റെ തന്നെ ഇയർ ചെയിനും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ മേളിൽ നിന്ന് ഇന്ന് ഇറങ്ങി വന്നപ്പോഴത്തേന് എൻ്റെ കഥ ഇയർ ചെയിനും ഇല്ല, കമ്മലും ഇല്ല, ഒന്നുമില്ല. ഞാനിവിടെ തന്നെത്താനെ കിടന്ന് അടിച്ചു. പിന്നെ കേട്ടോ അങ്ങ് നിലവിളിക്കുക, എല്ലാം ഫുള്ളേ പോയി, ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര കരച്ചിലും നിലവിളിയായപ്പോൾ എന്തായാലും എന്തോന്നാ ഞാൻ വീഡിയോ എടുത്തിടത്തൊന്നും ഇല്ലായിരുന്നു. പടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓരോ പടിയിലെ ഓരോ സംഭവങ്ങൾ എനിക്ക് കളഞ്ഞു കിട്ടി കേട്ടോ. കമ്മൽ ഒരു പടി കിടന്നു, ഇയർ ചെയിൻ ഒരു പടി കിടന്നു, ജിമക്ക ഒരു പടി കിടന്നു, കമ്മൽ ഒരു പടി കിടന്നു. അങ്ങനെ എല്ലാം എനിക്ക് തിരിച്ചു കിട്ടി കേട്ടോ. ഇതിപ്പം നമുക്ക് കുഴപ്പമില്ല, ഒന്ന് ഊരിപ്പോയാലും എൻ്റെ ഈ വെള്ളത്തിനകത്തോട്ടാണ് ഇത് വീഴുന്നത് കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ഇവൻ എന്നെ നാണം കെടുത്തി. ഇനി എന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കും കേട്ടോ. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കമ്മൽ. ചുമ്മാതെ ഞാൻ എടുത്തിട്ടതാ.
ഇങ്ങനെയുള്ളതൊന്നും ഞാൻ വീട്ടിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും ഇടത്തില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കാതൊക്കെ കീറി തൂങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പേടിയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മാത്രമൊന്നും ഞാൻ ഇതല്ലാത്ത സമയത്ത് ഞാൻ കമ്മലൊന്നും ഇടത്തില്ല കേട്ടോ. അപ്പോഴതേ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ കമ്മലിൻ്റെ കഥയും പറഞ്ഞ് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. നമ്മൾ ഭയങ്കര ഗമയിൽ അങ്ങോട്ടും മസിലും പിടിച്ചിരുന്ന് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത ആർക്കും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. നമ്മൾ ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴേ അതിനൊരു ഓളവും താളവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. കൂടെ കമ്മൽ നോക്കും. അന്നലെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട് ഇവിളിങ്ങനൊക്കെയാണോ എന്ന് വീഡിയോ ഇടുന്നതൊക്കെ നോക്കി ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ നോക്കി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് നല്ല സത്യം നമ്മുടെ ഈ പായ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം തന്നെ പോയി കമ്മൽ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ പോയി പിന്നെ ഒരു മുട്ട തല്ലി പൊട്ടിച്ച് ഫ്രിഡ്ജിൽ തൈര് ഇരിപ്പുണ്ടെങ്കിൽ അതും എടുത്ത് ഇപ്പം തന്നെ ഓടിപ്പോയി ചെയ്തു. കിടുക്കാച്ചി റിസൾട്ട് ആഴ്ച 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല കളറും കിട്ടും. നല്ലൊരു തെളിച്ചും ഇരുണ്ടിരിക്കുന്ന മുഖമൊക്കെ നല്ല തെളിച്ചത്തിൽ അങ്ങോട്ട് ഇരിക്കും കേട്ടോ. ഇങ്ങനെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തെങ്കിളാകുന്നു ഭാര്യ എന്നൊക്കെ കെട്ടിയമാർ ആരോടെങ്കിലുമൊക്കെ ചെന്ന് പറയും കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് അവരൊക്കെ വരുമ്പോൾ ഇങ്ങനെ നിറയെ പുഞ്ചിരിയായിട്ടൊക്കെ നിൽക്കണം കേട്ടോ. ഞാൻ അങ്ങനെ അല്ലേ ആണോ നിൽക്കുന്നത്? ഞാൻ അങ്ങനെയല്ലേ നിൽക്കുന്നത്? ഇതേ പോയി ഇന്ന് ഇങ്ങനെ തന്നെ ഞാൻ ഇടും. നോക്കിയോ നീ എൻ്റെ ആളി എത്രണ്ണം പോയെന്നറിയോ? ഇപ്പം മോള് 2-3 എടുത്തുകൊണ്ട് വന്നു. എന്താണെന്ന് അറിയത്തില്ല, ഇതങ്ങോട്ട് ഇരിക്കുന്നില്ല നമ്മുടെ കമ്മൽ കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ പായ്ക്കൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞപ്പോഴാണ് കമ്മലിൻ്റെ പ്രശ്നം വന്നത്. സാരമില്ല, നിങ്ങളെന്നെ നാണം കെടുത്തിയാലും ഇല്ലേലും കേട്ടോ. എൻ്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നോന്ന് നിങ്ങൾ അത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇരുണ്ടടച്ചിരുന്ന നമ്മുടെ മുഖമൊക്കെ നല്ല കിടുക്കാച്ചി മുഖമാവും പിള്ളേരെ കേട്ടോ. നല്ല കിടുക്കാച്ചി മുഖമാവും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ തുടച്ചു കൊടുത്തു. മുഖം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പായ്ക്കും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ. നല്ല കിഡു ഐറ്റം കേട്ടോ. കിഡു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ആദ്യം ഞാൻ വന്നിരുന്നപ്പോഴുള്ള മുഖം തന്നെയാണ്. അതുമാതിരിയാണോ അതോ ഇത് നമ്മൾ ഈ പായ്ക്ക് ചെയ്തപ്പം ഉള്ള മുഖം, നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് നല്ല വ്യത്യാസം കിട്ടും നിങ്ങൾ ചെയ്ത്. അപ്പോഴും നമ്മുടെ മുഖം കഴിയിട്ട് തന്നെ ഞാൻ വന്നിരുന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചേ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞുള്ള വ്യത്യാസം നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെങ്കിൽ പറയണം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.